ഹായ് 30 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മോഡലിംഗ് ചെയ്യുക കേട്ടിട്ടില്ലേ? മറ്റുള്ളവരുടെ ചില സ്റ്റൈൽസ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഹാബിറ്റ്സ്, അവരുടെ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവരുടെ ഒരു ഡേ ഡിസൈൻ ചെയ്യുന്ന രീതി, അവരുടെ ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതി, ഇതൊക്കെ മോഡലിംഗ് ചെയ്യാൻ പറ്റുമോ? പറ്റും എന്നുള്ളതാണ് സത്യം. മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഇതൊരു റീപ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് മോഡലിംഗ് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മൾ മോഡലിംഗ് ചെയ്യുന്നത് നോക്കാം. നമ്പർ 1, ഡിസിഷൻസ്. നമ്മൾ വിജയികളായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്? അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള ഡിസിഷൻസാണ് അവരുടെ ലൈഫിൽ വലിയ ഇമ്പാക്റ്റും സക്സസ്സും കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെങ്ങനെ ഡിസിഷൻ എടുക്കുന്നത്? ചെറിയ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? വലിയ ഡിസിഷൻസ് എങ്ങനെ എടുക്കുന്നത്? ഡിസിഷൻസ് എടുക്കുന്നുണ്ടോ? ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ്. ചെറുതും വലുതുമായ ഡിസിഷൻസ് എടുക്കണം. ഒരു ദിവസം നമ്മൾ എത്രത്തോളം നല്ല ഡിസിഷൻസ് ചൂസ് ചെയ്യുന്നു, എത്രത്തോളം നല്ല ഡിസിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അതനുസരിച്ചിട്ടാണ് വിജയം. അപ്പോൾ വലിയവരായ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഡിസിഷൻസ് മോഡൽ ചെയ്യുക. രണ്ടാമത്തത് ഓഫ് കോഴ്സ് ഹാബിറ്റാണ് ഒരു വിജയത്തിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. വിജയികളുടെ ഹാബിറ്റ് നിങ്ങളൊന്ന് എടുത്തു നോക്കി, ഭയങ്കര പവർഫുള്ളാണ്. അവരുടെ ആ ശീലങ്ങളിൽ ഉറച്ചു നിൽക്കും. ഡെയിലി അവർ ചെയ്യുന്ന ഹാബിറ്റ്സ് എന്തൊക്കെയാണ് അത് മോഡൽ ചെയ്യാം. ഒരു പക്ഷേ അതിനകത്ത് എക്സസൈസ് ഉണ്ടാകാം, ജേർണലിംഗ് ഉണ്ടാകാം, റീഡിംഗ് ഉണ്ടാകാം, സോഷ്യലൈസേഷൻ ഉണ്ടാകാം, അതുപോലെ ലേണിംഗ് ഉണ്ടാകാം. ഇതിലേതൊക്കെ നമുക്ക് മോഡൽ ചെയ്യണം? നമ്മുടെ കരിയറുമായിട്ട്, നമ്മൾ നിൽക്കുന്ന ഡൊമൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ മോഡൽ ചെയ്യേണ്ട ഹാബിറ്റ്സ് എന്ന് നോക്കുക, മോഡൽ ചെയ്യുക. നെക്സ്റ്റ്, പവർഫുൾ ബിലീഫ്. ഇത് വളരെ പവർഫുള്ളാണ് കേട്ടോ. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മൾ. അപ്പോൾ വിജയികളുടെ ബിലീഫ് സിസ്റ്റം എന്തൊക്കെയാണ്? അവരെങ്ങനെയാണ് അവരെക്കുറിച്ച് വിശ്വസിച്ചിരുന്നത്? ഇപ്പോൾ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളില്ലേ, ഷോർട്ടായിരിക്കും, അല്ലെങ്കിൽ വലിയ ബ്യൂട്ടിഫുള്ളോ അല്ലെ ഹാൻഡ്സമോ ആയിരിക്കത്തില്ല, പക്ഷേ അവർ സക്സസ്ഫുൾ ആണോ? അവരെന്താണ് അവരെക്കുറിച്ച് വിശ്വസിച്ചിരുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ ഷോർട്ടായിട്ടുള്ള ആൾക്കാരില്ലേ, ഒരു വലിയ സക്സസ് ഉണ്ടാക്കിയിട്ടില്ലേ? ഒരുപക്ഷെ മറ്റുള്ള ആളുകൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് അവർ എത്ര ചെറുതാണ്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും. പക്ഷെ അവർ വിശ്വസിച്ചെന്താണ്, എനിക്കത് പറ്റുമെന്നാണ്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ മോഡൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഏരിയയാണ് ബിലീഫ്. വിജയികളുടെ വിശ്വാസങ്ങൾ മോഡൽ ചെയ്യുക. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, വാല്യൂസ്. നമുക്കെല്ലാവർക്കും ലൈഫിൽ വാല്യൂസ് ഉണ്ട്. നമ്മളെന്താണ് നമ്മുടെ ഏറ്റവും പ്രൈമറി വാല്യൂസ് എന്നറിയാമോ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണോ അതാണ്. ഞാനിങ്ങനെ എഴുതി നോക്കിയിട്ടുണ്ട്, എന്താണ് എൻ്റെ പ്രൈമറി വാല്യൂസ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒന്നാമത്തെ പ്രൈമറി വാല്യൂ സക്സസ് ആണ്. രണ്ടാമത്തെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് ഹാപ്പിനെസ് ആണ്. മൂന്നാമത്തെ ഓഫ് കോഴ്സ് റിലേഷൻഷിപ്പാണ്. ബന്ധങ്ങൾക്കൊക്കെ ഞാൻ വാല്യൂ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും നമ്മളെ പേഴ്സണൽ ലൈഫിലും വാല്യൂസ് ഉണ്ടാവും, അതുപോലെ ബിസിനസ് ലൈഫിലും അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിലും ഒക്കെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബിസിനസ് ലൈഫിലെ വാല്യൂസ് എന്താണ്? എൻ്റെ വളരെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്താണ് ബിസിനസ് ലൈഫിൽ നിങ്ങൾ വാല്യൂ ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ മണിയാണെന്നാണ്. ഓഫ് കോഴ്സ് അത് ശരിയാണ്, കൂടുതൽ മണി സമ്പാദിക്കുന്നതാണ് എൻ്റെ സുഹൃത്തിന് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വാല്യൂ ഉണ്ട്. നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ വാല്യൂസ് മോഡൽ ചെയ്യണം. അവിടെ വാല്യൂസ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. ആ വാല്യൂസ് നമ്മൾ മോഡൽ ചെയ്യണം. നെക്സ്റ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇമോഷൻസ്. പലതരത്തിലുള്ള ഇമോഷൻസ് ഇല്ലേ? നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, വിജയികൾ എപ്പോഴും പോസിറ്റീവ് ഇമോഷൻസിനെയാണ് അവർ മോഡൽ അവർ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതായത് ഹാപ്പിനെസ്, ജോയ്, അതുപോലെ തന്നെ എപ്പോഴും പ്ലഷറായിരിക്കുക, എപ്പോഴും എന്തൂസിയാസ്റ്റിക് ആയിരിക്കുക, എപ്പോഴും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക, അതിലൂടെ ഹാപ്പിനെസ് നേടിയെടുക്കുക. വിജയികൾ എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ചുറുചുറുക്കൊക്കെ ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ അവരുടെ ഇമോഷൻസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്കറിയില്ലേ, സെലിബ്രിറ്റീസൊക്കെ എപ്പോഴും ചിരിച്ചുകൊണ്ടാണിരിക്കുന്നത്, എപ്പോഴും എല്ലാവരുടെ അടുത്ത് വളരെ ഹാപ്പി ആയിരിക്കും. എപ്പോഴും അവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന പോസിറ്റീവ് ഇമോഷൻസാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് കാരണം കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും കൂടുതൽ സക്സസ്സും അതിലേക്ക് എപ്പോഴും എത്തുന്നത് അതുകൊണ്ടാണ്. സോ നമ്മൾ മോഡൽ ചെയ്യുന്നത് അങ്ങനത്തെ ഇമോഷൻസ് ആയിരിക്കണം മോഡൽ ചെയ്യേണ്ടത്. റൈറ്റ്? റെഡി ടു ടേക്ക് പോസിറ്റീവ് ഇമോഷൻസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ബിഹേവിയർ.
എങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ പോസിറ്റീവ് ബിഹേവിയർ നമ്മൾ മോഡൽ ചെയ്യണം. അവരുടെ മാനറിസംസ്, ബിഹേവിയർ, അവർ സംസാരിക്കുന്ന രീതി, അവരവരെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അവരൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺവെർസേഷനിൽ എങ്ങനെയാണ് അവർ ഡോമിനേറ്റ് ചെയ്യുന്നത്, അവരുടെ ലിസണിങ് എങ്ങനെയാണ്, അവർ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് എല്ലാവരിലെയും ശ്രദ്ധ കൊടുക്കുന്നത് എങ്ങനെയാണ്, എല്ലാവരെയും സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്, ഈ ബിഹേവിയർ എല്ലാം നമുക്ക് മോഡൽ ചെയ്യാം. സെലക്ട് സം ബിഹേവിയേഴ്സ് വിച്ച് ഗിവ്സ് യു മോർ വാല്യൂ. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ബിഹേവിയറൽ പാറ്റേൺ മനസ്സിലാക്കുക, അത് മോഡൽ ചെയ്യുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ആക്ഷൻ. അതിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയാലും പഠിച്ചാലും നമുക്ക് റിസൾട്ട് വരില്ല. റിസൾട്ട് കിട്ടണമെങ്കിൽ യു ഷുഡ് ഡു, ആക്ട് ചെയ്യുക. ആക്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ആക്ഷൻസ് എന്തൊക്കെയാണ്, പ്രധാനമായിട്ടും ഒരു ദിവസം അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, പ്രയോറിറ്റി എന്തിനൊക്കെയാണ്, അവരെ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്, ഇത് നോക്കുക, ഇത് മോഡൽ ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. ഈ മോഡലിങ്ങിലൂടെ നമുക്ക് എളുപ്പം വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അതായത് വിജയികളുടെ ബ്ലൂ പ്രിൻറ്റ് നമ്മൾ കടമെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വിജയിയാകാനുള്ള അല്ലെങ്കിൽ വിജയികളായിട്ടുള്ള ആളുകൾ ചെയ്ത രീതികൾ നമ്മൾ അതേപടി അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് റീപ്രോഗ്രാമിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. അപ്ലൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലേക്ക് വേറൊരു ടെക്നിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.